അമേരിക്കൻ പട്ടാളം ഇറാന്റെ മണ്ണിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ കാണാൻ പോകുന്നത് ചരിത്രത്തിൽ ഇതുവരെ അവർ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. ഇത് പറഞ്ഞത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയാണ്. ഇതൊരു ഭീഷണിയല്ല, വർഷങ്ങളോളമായിട്ടുള്ള ഇറാന്റെ തയ്യാറെടുപ്പിൽ നിന്നുള്ള കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള കരയുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആധുനിക ചരിത്രം കാണാൻ പോകുന്ന ഏറ്റവും വലിയൊരു യുദ്ധമായിരിക്കും അത്. ലോകം ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണോ? ട്രംപിന്റെ ഭീഷണികൾക്ക് മുമ്പിൽ ഇറാന് മുട്ടുമടക്കുമോ? അതോ പശ്ചിമേഷ്യ മുഴുവൻ തകരുന്ന രീതിയിലേക്കൊരു വലിയ കരയുദ്ധം ഉണ്ടാവുമോ? ഇറാന്റെ വെല്ലുവിളിയെക്കുറിച്ചും ഒരു കരയുദ്ധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണ് ശരിക്കും ജയിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണിത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അടുത്തിടെ NBC ന്യൂസിന് നൽകിയ ഇൻ്റർവ്യൂവിലായിരുന്നു അബ്ബാസ് അറക്ചി അമേരിക്കയെ വളരെ സ്ട്രോങ് ആയിട്ട് വിമർശിച്ചത്. ഞങ്ങൾ അവരെ കാത്തിരിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇറാനുമായുള്ള ഒരു കരയുദ്ധത്തിനുള്ള സാധ്യത അമേരിക്ക പുറത്തുവിട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടാകുന്നത്. അമേരിക്കയുടെ പ്ലാൻ എ, അതായത് വ്യോമാക്രമണത്തിലൂടെയും മിസൈൽ ആക്രമണത്തിലൂടെയൊക്കെ ഇറാനെ തകർക്കുക എന്ന പ്ലാന് ചീറ്റിപ്പോയി. ഇറാന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെയും ബങ്കറുകളെയും ഒക്കെ ഈ രീതിയിൽ തകർക്കുക എന്നത് ഒരിക്കലും പ്രാക്ടിക്കലായ ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ പ്ലാൻ ബി, അതായത് കരയുദ്ധത്തിലൂടെ ഇറാനെ നേരിടാൻ വേണ്ടി അമേരിക്ക വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ ഏറ്റവും വലിയ പരാജയമായിരിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെ ഭൂപ്രകൃതിയും സായുധ സേനയും അമേരിക്കൻ സൈന്യത്തിന് വലിയൊരു ട്രാപ്പായിരിക്കും. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ആരോടും കെഞ്ചാൻ പോകുന്നില്ല എന്നും വെടിനിർത്തലിന് വേണ്ടി ആരുടെയും പിറകെ പോയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഇസ്രായേലുമായി നടന്ന കഴിഞ്ഞ പ്രശ്നത്തിൽ പോലും വെടിനിർത്തലിന് വേണ്ടി അപേക്ഷിച്ചത് ഇസ്രായേൽ ആണെന്ന് പോലും അദ്ദേഹം പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾക്ക് പുല്ല് വിലയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സോ ഒരു കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ യുദ്ധം ഒരിക്കലും ഇറാന്റെ അതിർത്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാവില്ല. റഷ്യയും ചൈനയും ഒക്കെ ഇടപെടുമോ എന്നുള്ള കാര്യം നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാഖിലെയും സിറിയയിലെയും വിവിധ മിലിറ്റന്റ് ഗ്രൂപ്പുകളും ഒരേ സമയം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ക്യാമ്പുകളെയും സഖ്യകക്ഷികളെയും ആക്രമിക്കും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ റൂട്ടായ പേർഷ്യൻ കടലിടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എണ്ണയുടെ വില പെർ ബാരലിന് $150 മുതൽ $200 വരെയാകും. ലോകത്ത് മുഴുവൻ വലിയൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും. ഇനി ഇറാനിലേക്ക് ചെല്ലുന്ന സമയത്ത് അമേരിക്കൻ പട്ടാളത്തിന്റെ കാര്യം അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഇറാന്റെ ഭൂപ്രകൃതി ഒരു ട്രാപ്പ് പോലെയാണ്. അഫ്ഗാനിസ്ഥാനിലെയോ ഇറാഖിലെയോ ഒക്കെ ഉള്ളതിനേക്കാൾ ദുർഘടമായ മലനിരകളാണ് ഇറാൻ്റേത്. ഈ മലനിരകൾക്കുള്ളിൽ ഇറാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭൂഗർഭ ഒളിത്താവളങ്ങളും ബങ്കറുകളും ഒക്കെ അമേരിക്കൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാകും. പണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടിയതിനേക്കാൾ വലിയ പണിയായിരിക്കും അമേരിക്കക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. സൈനിക ശക്തി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയാണ് മുന്നിൽ. എന്നാൽ അതുകൊണ്ട് മാത്രം യുദ്ധം ജയിക്കണമെന്നില്ല. അത് വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും നമ്മൾ കണ്ടതാണ്. ഇതിൽ രണ്ട് വിഭാഗത്തിൻ്റെയും സ്ട്രെങ്ത്തും വീക്ക് പോയിന്റുകളും നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എയർഫോഴ്സും നേവിയും അമേരിക്കയുടേതാണ്. 13,000-ലധികം യുദ്ധവിമാനങ്ങൾ അമേരിക്കക്കുണ്ട്. അമേരിക്കയുടെ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് പോലും $895 ബില്യൺ ആണ്. എന്നാൽ ഇറാൻ്റേത് വെറും $15 മാത്രമാണ്. ഇനി ഇറാൻ്റെ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ കളക്ഷൻസ് ഇറാൻ്റേതാണ്. 3000-ന് മുകളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രം ഇറാൻ്റെ കയ്യിലുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഇറാൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഭൂപ്രകൃതി തന്നെയാണ്. ഇറാൻ എന്ന രാജ്യത്തേക്ക് കരമാർഗം അതിക്രമിച്ചു കയറുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം മലനിരകൾക്ക് മുകളിലൂടെ യുദ്ധ ടാങ്കുകൾ കൊണ്ടുപോകാൻ അമേരിക്ക കുറച്ച് പാടുപെടും. ഇനി നമുക്ക് രണ്ട് രാജ്യങ്ങളുടെയും പരിമിതികൾ നോക്കാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് മൈലുകൾ ദൂരെയുള്ള ഇറാനുമായുള്ള യുദ്ധം വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കും. മാത്രമല്ല, അമേരിക്കൻ ജനതയിലെ വലിയൊരു വിഭാഗവും ഈ യുദ്ധത്തിന് എതിരാണ് എന്നത് മറ്റൊരു സത്യമാണ്. ഇറാന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എയർഫോഴ്സിന്റെ കാര്യത്തിൽ ഇറാൻ ഒരു സമ്പൂർണ്ണ പരാജയമാണ്. കാരണം അവരുടെ കയ്യിൽ യുദ്ധവിമാനങ്ങൾ പോലും ഇല്ല എന്നതാണ് സത്യം. ഉള്ളത് തന്നെ പഴയ സോവിയറ്റ് കാലത്തുള്ളതാണ്. സോ അമേരിക്കയുടെ എയർഫോഴ്സിനെ തടുത്തു നിർത്തുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിരിക്കും. സൈനിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അമേരിക്കക്ക് വേണമെങ്കിൽ ഒരു സ്ട്രോങ് എയർ സ്ട്രൈക്കിലൂടെ
ഇറാന്റെ സൈനിക താവളങ്ങളും ആണവ കേന്ദ്രങ്ങളൊക്കെ തകർക്കാൻ കഴിയും. പക്ഷെ ഇറാനെ കീഴടക്കണമെങ്കിൽ അതിന് എയർ സ്ട്രൈക്കിലൂടെ മാത്രം സാധ്യമല്ല. കരയുദ്ധം മസ്റ്റാണ്. എന്നാൽ കരയുദ്ധത്തിൽ അമേരിക്കയെ കാത്തിരിക്കുന്നത് ഫുൾ ഓഫ് ട്രാപ്സ് ആയിരിക്കും. സോ ഇറാനുമായുള്ള കരയുദ്ധം വിയറ്റ്നാമിനെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും പരിതാപകരമോ ആവാനാണ് സാധ്യത. മാത്രമല്ല 2025 നടന്ന ഇറാൻ ഇസ്രായേൽ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കൃത്യമായി മനസ്സിലാവും. ഇറാന്റെ ഡിഫൻസ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് തകർക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്നാൽ ട്രംപിന്റെ വാദം അനുസരിച്ച് ഇറാൻ ഓൾറെഡി ഫിനിഷിന്റെ വക്കിലാണ്. എന്നാൽ ഇറാൻ പറയുന്നത് ഇതുവരെ അവരുടെ യഥാർത്ഥ പവർ പുറത്തെടുത്തിട്ടില്ല എന്നതാണ്. ഈ യുദ്ധം കൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കും നഷ്ടം മാത്രമേ ഉണ്ടാവൂ എന്ന് രണ്ടു പേർക്കും അറിയാം. ഈ യുദ്ധം ആരും ജയിക്കാൻ പോകുന്നില്ല, എല്ലാവരും തോൽക്കാനാണ് പോകുന്നതെന്ന് അബ്ബാസ് അറക്ചി തന്നെ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അതോ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കപ്പെടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you in the next video.